ടീച്ചറിനോടടുക്കാം, അമ്മയോളം. പ്രിയ DCL കൂട്ടുകാരെ, മനസ്സു നിറയെ മറ്റുള്ളവർക്കായി പകർന്നു നൽകാൻ സ്നേഹം മാത്രം നിറച്ച് യാത്ര തുടങ്ങുകയായിരുന്നു സിസ്റ്റർ ഹേസ്ലെറ്റ് SB എന്ന അധ്യാപികയായ വിരമിച്ച സന്യാസിനി. എന്നാൽ ഡ്രൈവർ സ്വിച്ചിട്ടടക്കേണ്ട ബസ്സിൽ ഓട്ടോമാറ്റിക് വാതിൽ അടക്കാതെ വേഗത്തിൽ മുന്നോട്ടു പോയ ബസ്സിൽ നിന്നും സിസ്റ്റർ റോഡിലേക്ക് തെറിച്ചു വീണു. ഗുരുതര പരിക്കുകളെ അതിജീവനക്കാകാതെ നമ്മോട് വിട പറഞ്ഞു. കോതമംഗലം കൊൽപ്പിള്ളിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഈ കഴിഞ്ഞ വർഷം ഊന്നുവൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച് നിരവധി മേഖലകളിൽ സജീവ ശുശ്രൂഷ ചെയ്തു വന്ന നല്ല അധ്യാപികയായ സിസ്റ്ററിന് ഇന്നലെ ജീവൻ നഷ്ടമായത്. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപക സമൂഹത്തിന്റെ പ്രസരിപ്പായിരുന്ന ഏവർക്കും പ്രിയകരിയായിരുന്ന സ്വപ്ന രാജേഷ് ടീച്ചർ 10C ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയുടെ സഹാധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും അഭിമാനവും ആഹ്ലാദവുമായിരുന്നു സ്വപ്ന ടീച്ചർ. നന്നായി പഠിപ്പിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വീട്ടിലേക്കും പോയതാണ്. പതിവ് പോലെ ഇന്നു രാവിലെ സ്കൂളിലെത്തണമെന്ന് പ്രതീക്ഷയിലാണ് പ്രിയ ടീച്ചർ പോയത്. എന്നാൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും ജീവൻ നഷ്ടമാകുകയുമാണ് ഉണ്ടായത്. പ്രിയ കൂട്ടുകാരെ, 2 ഗുരുശ്രേഷ്ഠർ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി ലോകത്തോട്ട് യാത്ര പറഞ്ഞു. ഹെയ്സ് സിസ്റ്ററിന്റെയും സ്വപ്ന ടീച്ചറിന്റെയും വിദ്യാർത്ഥികൾ മൃതപേടങ്ങൾക്കരികിലൂടെ വിങ്ങിക്കരഞ്ഞു നീങ്ങുന്നത് കണ്ടു. വിദ്യാഭ്യാസ കാലത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഫുൾ A+ വാങ്ങുന്നതാണോ? കാലാതിലകമോ പ്രതിഭയോ ആകുന്നതോ ആണോ? സമ്മാനങ്ങൾ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ താൻ ബഹുമാനിക്കുന്ന അധ്യാപകരുടെ പ്രീതിയും വാത്സല്യവും തന്നോടൊപ്പമുണ്ട് എന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ആത്മാർത്ഥവിശ്വാസവും ഉള്ളിലെ അഭിമാനവും ഏറ്റവും വലിയ സൗഭാഗ്യം. തീർച്ചയായും അതിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായാൽ മതി. അധ്യാപകരോട് എത്രമാത്രം അടുപ്പമുണ്ടാകാം? അമ്മയോളം, അച്ഛനോളം എന്നേ ഉത്തരമുള്ളൂ. നമ്മുടെ ഭാരതീയ വരസത്തിലെ മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണ്. ഗുരു ദേവോഭവ എന്നു തന്നെയാണ് നമ്മുടെ പ്രമാണം. ദൈവതുല്യയാണ് ഗുരുസ്ഥാനം. ഗുരുത്വം എന്ന മഹാകൃപ വിദ്യാർത്ഥികളിലേക്ക് വർഷിക്കാൻ ഉള്ളിൽ വെളിച്ചമുള്ള ഗുരുവിനു മാത്രമേ കഴിയൂ. അതിനാൽ നമ്മുടെ എല്ലാ അധ്യാപകരെയും നമുക്ക് അങ്ങേയറ്റം ആദരിക്കാൻ ഒട്ടും ബാക്കി വെക്കരുത്. അവരെ
അമ്മയെ പോലെ സ്നേഹിക്കുക. സ്നേഹം ഒട്ടും കുറച്ച് കളയരുത്. അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാം. മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വെക്കരുത്. പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. സ്വപ്ന ടീച്ചറോടും ഹൈസ്ലറ്റ് സിസ്റ്ററിനോടും പിന്നീട് പറയാനായി അവരുടെ പല വിദ്യാർത്ഥികളും മാറ്റിവെച്ചത് അവരുടെ ഉള്ളിൽ ബാക്കിയുമുണ്ടാകുകയാണ്. നമുക്ക് ഇന്നു തന്നെ സ്നേഹാദരവുകളോടെ പുഞ്ചിരി മഞ്ചിരികളുമായി നമ്മുടെ അധ്യാപകരോട് മനസ്സിൽ ശിശ്രവസന്തം തീർക്കാം. അമ്മയോളം അടുക്കാം. അതിന് അനുഗ്രഹീതരകം ആശംസകളോട് സ്വന്തം കൊച്ചേട്ടൻ.